എന്താ മോനെ ദിനേശ, മോൻ ആരോടാ മുട്ടുന്നതെന്നറിയാമോ? ലാലേട്ടൻ നല്ല കട്ടക്ക് ഒരു മീശക്ക് ഇങ്ങനെ പിരിച്ച് നല്ല കിട്ടുവായിട്ടുള്ളൊരു വരവാണ്. മീശക്ക് ഇങ്ങനെ കൊപ്പട മീശ പോലെയാണ് ആക്കി വെച്ചത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് ലാലേട്ടൻ്റെ ഈ ലുക്ക്. അപ്പോൾ ഈ ലുക്കിൽ മീശയല്ല ഇവിടെ താരമായി മാറിയിരിക്കുന്നത്, താടിയാണ്. താടി എന്ന് വെച്ചാൽ ഇതിൽ വലിയ കട്ടത്താടിയല്ല, താടി ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് ലാലേട്ടൻ അങ്ങോട്ട് വടിച്ചു. കുറേ കാലമായിട്ട് ലാലേട്ടൻ വെച്ചിരിക്കുന്ന താടിയെ പറ്റി ട്രോളോട് ട്രോളാണ്. പൊന്നടവേ, അദ്ദേഹത്തിന് എവിടെ കിട്ടിയാലും പൊരിച്ചിട്ടാണ് ട്രോൾ ചെയ്യും. താടി 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 വടിച്ചൂടെ, എന്തുട്ട് താടി അങ്ങനെയൊക്കെ. അപ്പോൾ അദ്ദേഹം താടി അങ്ങോട്ട് വടിച്ചു. താടി വടിച്ചാൽ തന്നെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ കൊണ്ട് മുഖത്തിൻ്റെ ഷേപ്പിന് തന്നെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തരത്തിലുള്ള കളിയാക്കലുകളും പരിഹാസമൊക്കെ ഒരുപാട് ഉണ്ടായിട്ടാണ്. അപ്പോൾ അത് ശരിക്കും ഇവിടെ ഇങ്ങനെ എന്താണ്ട് ഒരു മഴത്തുള്ളി പോലെ ഇങ്ങനെ നിലത്ത് വീണ് ചിന്നി ചിതറി പൊട്ടിത്തകർന്ന് പോയിക്കാണ് ആ പരിഹാസങ്ങളൊക്കെ. അതാണ്. അപ്പം നമ്മൾ PK ട്രോൾസ് ചെയ്തു വെച്ചിട്ടുള്ള ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാണ്, എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ച് കാണുകയാണ്. അപ്പം അതേ ടക്ക് ലാലേട്ടന്റെ താടി അതൊരു വലിയ വിഷയമായിരുന്നല്ലോ. ഇവിടെ ഞാൻ അങ്ങനെ ഓർക്കുകയാണ് ഈ ഒരു സമയത്തില്. ഫ്ലാഷ് ബാക്ക്. ലാലേട്ടൻ കുറച്ച് കാലമായിട്ട് ഈ താടിയൊക്കെ വെച്ച് നടക്കാണ്. വച്ചതല്ല, തന്നെ ഉണ്ടായതാ. അതാണ് പ്രശ്നം. എടാ നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അല്ല സാറേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. താടി മാറ്റി മീശ പിരിക്കുന്ന ഒരു ലാലേട്ടനെ എപ്പോ കാണാൻ പറ്റുമെന്നുള്ള ഞാൻ വിചാരിച്ച പൂ പറിക്കുന്ന പോലുള്ള ഈസി ആയുള്ള ഒരു ജോലിയാണ്. 5 ഉറുപ്പിക കൊടുത്താൽ എനിക്ക് 10 പ്രാവശ്യം താടി പിടിക്കാം. നിനക്കറിയുവോ? അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? തൽക്കാലം ഇങ്ങനെ പോട്ടെ, ഇതിനൊക്കെ ഓരോ സമയമുണ്ടെന്നാ പറയാ. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താ വിശ്വാസാവുന്നില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. ഒടിയന് വേണ്ടി വരുത്തിയ രൂപമാറ്റത്തിന് ശേഷം സ്ഥിരമായി താടി വെച്ച് അഭിനയിച്ചതോടെ മോഹൻലാൽ ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. എനിക്കെന്തോ അനിഷ്ടം. എനിക്ക് അങ്ങനെ പെട്ടുന്നതിലോ എന്നെ പറ്റി പറയുന്നതിലോ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. വെട്ടി കളവർക്കിച്ച ചീളി കാസുകള്. ആരൊക്കെ വന്നു പോയി, എന്നിട്ട് 10-25 വർഷമായിട്ട് ഞാൻ ഈ നിപ്പ് നിൽക്കുന്നു. അല്ല, എന്താ ചേട്ടന്റെ പ്ലാൻ? അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. എത്ര വർഷമായി ഇത് തന്നെ? ആഗ്രഹമില്ലാന്നിട്ടല്ല, പിന്നെന്താ പ്രശ്നം? സാഹചര്യങ്ങൾ. ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? വേണം, എമ്പുരാനും വേണം. അതുകൊണ്ടാണ് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. റാമിനൊക്കെ ഈ സിനിമകൾക്കൊക്കെ ഒരു കണ്ടിന്യൂറ്റി ആയിപ്പോയി. അതുകൊണ്ട് ഇത് ഷേവ് ചെയ്യാൻ പറ്റുന്നില്ല. അവസ്ഥ അതായിരുന്നു. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. കുഴി ചാടുമ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. മീശ പിരിച്ച ലാലേട്ടനെ കാണാൻ വേണ്ടി പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. എപ്പോഴാണ് പ്രേക്ഷകർക്ക് അങ്ങനെ കാണാൻ കഴിയുക? എന്താ കുഞ്ഞവറാൻ സാറിനൊരു ചിരി? എങ്ങനെ ചിരിക്കാതിരിക്കും? നടക്കുന്ന കാര്യം വല്ലതും പറ രമേശ. താടി മാറ്റി മീശ പിരിക്കുന്ന ഒരു ലാലേട്ടനെ ഒരു ദിവസം പല ചാൻസും ഉണ്ടോ മാഷേ? തീർച്ചയായിട്ടും അടുത്ത് തന്നെ മീശ പിരിച്ച ഒരു സിനിമ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല, പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ക്ഷമ വേണം, സമയമെടുക്കും. നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ് കുറെ കാലത്തിന് ശേഷം മോഹൻലാൽ എന്നാണ് ഇനി താടിയെടുത്ത് ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഐവേഗം പോയി, മുഖം റബ്ബർ ബാൻഡ് പോലെ മൊത്തത്തിൽ മന്ദത ബാധിച്ച് അല്ല, ഞാൻ എന്ത് കാര്യം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. ബോട്ടോക്സ് അടിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് താടി എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയില്ല, മുഖത്തിന്റെ ഷേപ്പ് അറിയാലോ. ആ പഴയ തീയൊന്നുമില്ല. ബോഡി ഷേമിംഗ് ഈ ബോട്ടോക്സ് അടിച്ചതിന് ശേഷം അതിനുശേഷം പിന്നെ താടി വെക്കാത്ത പരിപാടിയില്ല. ഹരിശ്രീ അശോകൻ കാരണം താടി പഠിച്ചു കഴിഞ്ഞാൽ വൃത്തികേടാണ്. ബോട്ടോക്സ് അടിച്ച മുഖം മറച്ചു വെക്കുകയാണ് താടി കൊണ്ട്. നിന്റെ ടൈം കഴിഞ്ഞു. ചുമ്മാ ഓരോന്ന് പറഞ്ഞവനെ പേടിപ്പിക്കല. രണ്ടാമത് ഇദ്ദേഹം ചെയ്ത ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും കൊണ്ടുണ്ടായിട്ടുള്ള അതിന്റെ ഇമ്പാക്ട്സ്, അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഒന്നും അദ്ദേഹത്തിന്റെ ബോഡി അനങ്ങുന്നില്ല, മൂവ്മെന്റ്സ് ഇല്ല. എന്ത് വിന്റേജ്, എവിടത്തെ വിന്റേജ്? അങ്ങനെ സംഭവം ഇല്ല, അതിന് നടക്കൂല മക്കളെ. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോലെ. അപ്പോൾ നമുക്ക് 3 തരത്തിലാണ്. ഒന്ന് ശബരിമല താടി, പിന്നെ ബ്ലീഡ് അലർജി താടി, പിന്നെ ലാലേട്ടൻ താടി. ഈ പുള്ളിയാണ് താടിയുടെ പ്രൊഫസറാ. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കാമെങ്കിൽ ചിരിക്കാം. അതായത് എന്ത് വേണോ ചെയ്യും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, താടി എടുക്കാൻ ലാലേട്ടനെ കൊണ്ട് പറ്റൂല. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച്
താടി എടുക്കാൻ ലാലേട്ടനെ കൊണ്ട് പറ്റൂല. ഒരു കാര്യം ചെയ്യാം, ഒന്നും കിട്ടു വന്നാട്ടെ. എന്തിന് ചെരക്കാൻ? പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജിയേട്ടാ, താടി എടുക്കാൻ ലാലേട്ടനെ കൊണ്ട് പറ്റൂല. ഉറപ്പിക്കാമോ? അങ്ങനെ സംഭവം ഇല്ല, അതിന് നടക്കൂല മക്കളെ. പടവീടാ, നീ എന്നെ ഉണ്ടാക്കിയ തന്തയാണല്ലേ? കാരണം താടി പഠിച്ചു കഴിഞ്ഞാൽ വൃത്തികേടാണ്. എന്നാ പിന്നെ കാണാൻ പോണ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ തീ ഞാൻ തന്നെ കത്തിക്കാം. ഈ തവണത്തെ പൂരം ജോസേട്ടൻ എന്റെ വക. അല്ലേ മാസ്റ്റർ? ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. അടിപൊളിയല്ലേ? മോനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. ഒന്ന് കാണേണ്ടതാ. പുരുഷ സൗന്ദര്യം എന്ന് പറയുന്ന അതാ, ഊതിച്ചു വരണ പോലെ ഇരിക്കും. ലാലേട്ടാ കട്ട ലുക്കാണല്ലോ, പൊളി ലുക്കാണല്ലോ. ഒറ്റ തവണ കണ്ടാ പോരെ, ഹൃദയത്തിനുള്ളിൽ അങ്ങ് കാറോ ഇത് കേറുകയല്ലേ ഈ തിരുമുഖം. എന്തിനു പറ. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. മോ ഹാപ്പിയാണോ? ബിബി മോൻ ഹാപ്പിയാണോ? എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോഴേ സന്തോഷമായി. ആ അത് തന്നെയാ വേണ്ടേ. ഒന്നും അദ്ദേഹത്തിന്റെ ബോഡി അനങ്ങുന്നില്ല, മൂവ്മെന്റ്സ് ഇല്ല. താടി എടുക്കാൻ ലാലേട്ടനെ കൊണ്ട് പറ്റൂല. അങ്ങനെ സംഭവം ഇല്ല, അതിന് നടക്കൂല മക്കളെ. അടിപൊളി, സൂപ്പറായുണ്ട്, കിഡുവായുണ്ട്. ഇതാണ് മക്കളെ സൂപ്പർ 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 എന്ന് പറഞ്ഞ മാറ്റം. ആരെന്തൊക്കെ പറഞ്ഞ് നമ്മളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും നമ്മൾ താഴില്ല. ലാലേട്ടൻ അത് ഇവിടെ ഉറപ്പിച്ചേക്കാണ്. അപ്പം ഇങ്ങനെ കുരു പൊട്ടിച്ചിരുന്നവർക്കൊക്കെ മൊത്തത്തിൽ അവരുടെ കുരു അങ്ങോട്ട് പൊട്ടി ചീറ്റി തെറിച്ചേക്കാണ്. അപ്പം എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം? പറയൂ. ലാലേട്ടൻ്റെ മീശപിരിയിൽ ലാലേട്ടൻ എന്നും അടിപൊളിയാണ്. മലയാള സിനിമയിലെ മീശയുള്ള നടന്മാരുടെ മീശപിരി ചിത്രങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിലെന്നും ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ളതും എന്നും ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നതും ലാലേട്ടൻ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് അവിടെ ഒരു മത്സരത്തിന് ആരും തന്നെ മുതിരാന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ ഔട്ടായി പോവും, തോറ്റു പോവും, അത് ഉറപ്പാണ്. അപ്പം ലാലേട്ടൻ്റെ ഈ തരുൺമൂർത്തി ചിത്രം ഹിറ്റടിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പം എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം? കമൻസുകളായിട്ട് തുരുതുരാന്ന് അറിയിക്കൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.